വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഐ എം ഗോണ ഷെയർ മൈ എക്സ്പീരിയൻസസ്, അതായത് ഹോസ്റ്റലിൽ വന്ന ശേഷം എന്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ ഓർ മൈ എക്സ്പീരിയൻസസ്, അതൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് എല്ലാവർക്കും അറിയാതിരിക്കാം, ബിക്കോസ് എല്ലാവരും നിന്ന് പരിചയമുള്ള ഒരു പ്ലേസ് ആണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. നമ്മളിപ്പം നമ്മുടെ സ്റ്റഡീസിനായാലും നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടായാലും ഒരുപാട് പേർക്ക് നമുക്ക് നമ്മുടെ ലൈഫ് വീട്ടിൽ നിന്ന് മാറി നമ്മൾ ഹോസ്റ്റലായിട്ട് താമസിക്കേണ്ടി വന്ന ഒരുപാട് പേര് നമുക്കിടയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ആസ് എ ഹോസ്റ്റലർ എനിക്ക് ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്, എന്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ദ വെരി ഫസ്റ്റ് തിങ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ഫുഡ്. കാരണം ഹോസ്റ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു സാധനമാണ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എല്ലാവരും ചോദിക്കേണ്ട ഹോസ്റ്റൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ദേ വിൽ ആസ്ക് ഹൗസ് അബൌട്ട് ദ ഹോസ്റ്റൽ ഫുഡ്. എങ്ങനെ ഹോസ്റ്റൽ ഫുഡൊക്കെ എങ്ങനെയാണ്, കൊള്ളാവോ, വായിൽ വെക്കാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ വരുന്ന മുമ്പ് ഐ വാസ് പ്രഷറൈസ്ഡ് മൈ ഫാമിലി, ലൈക്ക് എനിക്ക് ഹോസ്റ്റലിൽ പോകണം, എനിക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റത്തില്ല, എനിക്ക് ഹോസ്റ്റലിൽ പോയി പഠിക്കണം എന്ന് പറയുമ്പോൾ ദേ ടെൽ മീ വൺ തിങ്, നീ പൊയ്ക്കോ, പക്ഷെ ഹോസ്റ്റലിലെ ഫുഡ് നിനക്ക് ഇവിടെ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. കാരണം വീട്ടിലെ ഫുഡ് പോലെ ആവകത്തില്ല ഒരിക്കലും ഹോസ്റ്റലിലെ ഫുഡ്. അപ്പൊ അവരിങ്ങനെ പറയുമ്പോൾ ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം ഫുഡല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓക്കെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ബട്ട് ദെൻ ഐ റിയലൈസ്ഡ് അവർ പറഞ്ഞത് സത്യമാണ്. കാരണം ഒരിക്കലും നമ്മളുടെ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന പോലത്തെ അതേ ഫുഡ് നമുക്ക് ഹോസ്റ്റലിൽ ഒരിക്കലും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെ ചോറ്, കറി, മീൻ അതൊക്കെ തന്നെ ആയിരിക്കാം, ബട്ട് അതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാകുന്ന അതേ ഫുഡിന്റെ അതേ രീതി നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഫസ്റ്റ് തിങ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം. ആൻഡ് ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മീൻ കറി കിട്ടി, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറി കിട്ടി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ക്വാണ്ടിറ്റി ലൈക്ക് ഒരിക്കൽ ഒരു ചിക്കൻ പീസ് കഴിച്ച് ഇഷ്ടപ്പെട്ട് നമ്മൾ വെന്തെടുക്കും, വീണ്ടും ഒരു ചിക്കൻ പീസും കൂടെ എടുക്കും. അയ്യോ, അപ്പൊ അമ്മരോ ശരിമാണ് കഴിച്ചു നമുക്ക് തരും. പക്ഷേ ഹോസ്റ്റലിൽ അത് നടക്കത്തില്ല. അവര് നമുക്ക് എത്രയാണ് തരണം, ചിലപ്പോൾ ഒരു പീസ് ആയിരിക്കണമെങ്കിൽ, ഒരു മീൻ കഷ്ണം ആയിരിക്കണമെങ്കിൽ, ഒരു ചിക്കൻ്റെ പീസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ അവർ എത്ര തരണോ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്ക് വീണ്ടും ചോദിക്കാൻ പറ്റത്തില്ല, അത് എനിക്കൊരു എക്സ്ട്രാ പീസ് കൂടെ തരുമോ, എനിക്ക് വിശക്കുന്നു പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇപ്പൊ ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മൾ ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നവരെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ ക്വാളിറ്റി ഓഫ് ദ ഫുഡ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇത് എൻ്റെ സെക്കൻഡ് ഹോസ്റ്റലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പം സ്കൂൾ ടൈമിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം, അതായത് കോളേജിൽ വന്ന ശേഷം കോളേജിലാണ് ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ വരുന്നത്. കോളേജ് ലൈഫിൽ, കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ്. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ഹോസ്റ്റലാണ്. ആദ്യം തന്നെ ഹോസ്റ്റലിൽ ഞാൻ അവിടെ വെക്കേറ്റ് ചെയ്ത് വന്നു, ബിക്കോസ് ഐ ഡിഡന്റ് ലൈക്ക് ദ ഫുഡ്. ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അവിടുത്തെ ഫുഡാണ്. പിന്നെ ആ ഒരു പരിസരം, ലൈക്ക് ആക്സസ് ഇല്ല എല്ലാ കാര്യങ്ങൾക്കും. അതുകൊണ്ട് ഞാൻ അവിടെ വെക്കേറ്റ് ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്, ഇപ്പൊ നിൽക്കുന്ന ഹോസ്റ്റലിൽ കമ്പാരിറ്റീവ് ഫുഡ് അടിപൊളിയാണ്. ആ പഴയ ഹോസ്റ്റലോട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. അപ്പൊ എല്ലാ ഹോസ്റ്റലിലും സെയിം കൈൻഡ് ഓഫ് ഫുഡ് ആയിരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓരോ ഹോസ്റ്റലിനും ഓരോ കൈൻഡ്. ഇപ്പം ഞാൻ നേരത്തെ നിന്ന ഹോസ്റ്റലിനെക്കാട്ടും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും പല ഹോസ്റ്റലിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ആൻഡ് ഇറ്റ് വേരീസ് ഫ്രം വൺ ഹോസ്റ്റൽ ടു അനദർ. സോ അതാണ് ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഹോസ്റ്റലിൽ വരാൻ നിൽക്കുന്നവര് നിങ്ങളുടെ മൈൻഡിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, ഒരിക്കലും വീട്ടിലെ പോലത്തെ ഫുഡ് നമുക്ക് ഹോസ്റ്റലിൽ കിട്ടില്ല. നമുക്ക് വീട്ടിൽ പറയുന്ന പോലെ പരാതി പറയാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനോ പറ്റത്തില്ല. കാരണം വിശ്വസിക്കും നമുക്ക് എന്തെങ്കിലും കഴിച്ചല്ലേ പറ്റും. കിട്ടുന്നത് കഴിച്ചിട്ട് പോവുക, ദാറ്റ്സ് ഇറ്റ്. ഒക്കെ വേറെ ഒരു രീതിയിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. കംപ്ലൈന്റ് കൊടുക്കാമായിരിക്കാം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ, ബട്ട് ഇവിടെ അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയ്ക്കും വേഴ്സ്റ്റ് ആയിട്ട് ഫുഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കംപ്ലൈന്റ്. ഹോസ്റ്റൽ, ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കംപ്ലൈന്റ്സ് ഒക്കെ റേസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. സെൽഫിൽ അത്ര അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ആക്ഷൻസ് എടുക്കാവുന്നതാണ്. സോ ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത്. സെക്കൻഡ് തിങ് അബൌട്ട് മൈ എക്സ്പീരിയൻസ് അബൌട്ട് ഹോസ്റ്റൽ ഈസ് സ്പെൻഡിങ് മണി. കാരണം ഞാൻ ഹോസ്റ്റലിൽ വന്ന ശേഷമാണ് എനിക്ക് വേണ്ടി ഞാൻ മണി സ്പെൻഡ് ചെയ്യാൻ ആക്ച്വലി തുടങ്ങുന്നത്. സ്കൂൾ ടൈമിലൊക്കെ ഞാൻ അധികമായിട്ട് സ്പെൻഡും ചെയ്തു. വീട്ടുകാർ എനിക്ക് എന്തെങ്കിലും തിങ്സ് വേണമെങ്കിൽ തന്നെ വീട്ടുകാർ വാങ്ങിച്ചു തരും. ഞാനായിട്ട് അങ്ങനെ എനിക്കിത് വേണം, എനിക്കത് വേണം, അങ്ങനെ വാശി പിടിച്ച് അങ്ങനെ ഒന്നും വാങ്ങിച്ചു ചോദിക്കാറില്ല വീട്ടിൽ നിൽക്കുന്ന സ്കൂൾ ടൈമിലൊക്കെ, ഹോസ്റ്റലിൽ വരുന്ന മുമ്പ്. പക്ഷെ ഹോസ്റ്റലിൽ വന്ന ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് കെയർ ഓഫ് മൈ സെൽഫ്. എനിക്ക് വേണ്ടുന്ന തിങ്സ് ഒക്കെ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയതൊക്കെ. ഇപ്പം വി ഹാവ് ഹ്യൂമൻ ബീങ്സ്, റൈറ്റ്? സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ നീഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ക്ലോത്ത് ആയാലും ഫുഡ് ആയാലും
ആക്സസറീസ് ആയാലും എന്തായാലും നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്നതിനുള്ള ക്യാഷ് ആയാലും വാട്ടെവർ നമുക്ക് കുറച്ച് ബേസിക് നീഡ്സ് ഉണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ വന്ന ശേഷമാണ് ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം വീട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ നിൽക്കുന്ന ടൈമിലൊക്കെ എനിക്ക് അത്ര വരെ നീഡ്സ് ഒന്നുമില്ല. ബിക്കോസ് വീട്ടിലാണല്ലോ ഡെയിലി, സ്കൂളിൽ പോകും, വീട്ടിൽ വരും. അപ്പോൾ പാരൻസ് ഉണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ, എനിക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ ഹോസ്റ്റലിൽ വന്ന ശേഷം എനിക്കതില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ വാങ്ങണം, ആ ഒരു ഇത്. അപ്പം ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ എം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് അല്ല, ഞാൻ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് അല്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഐ വാണ്ട് ടു ആസ്ക് മൈ പാരൻസ്, എനിക്ക് അവരോട് തന്നെ ചോദിക്കണം. അപ്പോൾ പക്ഷെ ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക, എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ എനിക്കുണ്ട് എന്ന് റിയലൈസ് ചെയ്ത് ഞാൻ കുറച്ചും കൂടെ മണി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഹോസ്റ്റലിൽ വന്ന ശേഷമാണ്. കാരണം നമുക്ക് ഫുഡ്, നമുക്ക് ചിലപ്പം ഞാൻ നേരത്തെ പറയുമ്പോൾ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഹോസ്റ്റലിൽ. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്താ പറയുക, പുറത്തുനിന്ന് വാങ്ങിക്കണം, ഷോപ്പിൽ നിന്ന് പോയി ഫുഡ് വാങ്ങിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ കാരണം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പം ക്ലോത്ത് ആയാലും അല്ലെങ്കിൽ മറ്റ് ആക്സസറീസ് ഒക്കെ ആയാലും നമുക്ക് വാങ്ങേണ്ട ഒരു എന്താ പറയുന്നത്, ഒരു ആഗ്രഹം വരും ഉറപ്പായിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് നീഡ്സ് നമുക്ക് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ. സോ അതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം. തേർഡ് തിങ് ഞാൻ ഹോസ്റ്റലിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് അബൌട്ട് വാൻഡറിങ്. അതായത് എല്ലായിടത്തും ഇങ്ങനെ പുറത്തൊക്കെ പോവുക, ഔട്ടിങ്ങൊക്കെ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഔട്ടിങ്ങിന് വേണ്ടി അധികം പുറത്തോട്ട് ഇറങ്ങാറില്ല. എനിക്ക് അവിടെ ആ സ്ഥലം കാണാൻ പോകണം, ഈ സ്ഥലം കാണാൻ പോകണം, അങ്ങനെയൊന്നും ഞാൻ വീട്ടുകാരെ പ്രഷറൈസ് ചെയ്യുമായിരുന്നു, അവരെന്നെ ആദ്യം കൊണ്ടുപോകും, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഹോസ്റ്റലിൽ വന്ന ശേഷമാണ് ഞാൻ ആക്ച്വലി ഓരോരോ സ്ഥലങ്ങൾ കാണണം, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ ഞാൻ തന്നെ ആഗ്രഹിച്ച് ഞാൻ അങ്ങനെ ഔട്ടിങ് പോകാറ്, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ബട്ട് ആൻഡ് തിങ് ഇസ്, നമുക്ക് കുറച്ച് ഫ്രീഡം കിട്ടും നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ. വി ഗെറ്റ് സം ഫ്രീഡം, യുനോ, ലൈക്ക് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ പാരൻസിന്റെ പെർമിഷൻ നമുക്ക് വേണ്ടി വരും. എനിക്ക് ഈ വീഡിയോയുടെ പാരൻസ് കാണുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, വീട്ടിൽ നമ്മൾ നിൽക്കുന്ന ടൈമിൽ നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നീഡ് ടു ആസ്ക് അവർ പാരൻസ്, റൈറ്റ്, എനിക്ക് അവിടെ അമ്മ, എനിക്ക് അവിടെ പോകണം, അച്ഛൻ എനിക്ക് അവിടെ പോകണം, എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോകണം, അങ്ങനെ. സോ അവരെ പെർമിഷൻ തന്നാൽ വി കൻ ഗോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കേണ്ടി വരും. ബട്ട് ഹോസ്റ്റലിൽ നിന്ന ശേഷം എനിക്ക് ഉണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് ടു ആസ്ക് എനിവൺ. എനിക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഐ കൻ ഗോ. ഐ ഡോണ്ട് വാണ്ട് ടു ആസ്ക് എനിവൺ ലൈക്ക് ഐ ഹാവ് ടു ഗോ ദെയർ, ഐ ഹാവ് ടു ഗോ ഹിയർ. എനിക്ക് ഇവിടെ പോകണം, അവിടെ പോകണം, എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വാർഡനോട് പറഞ്ഞിട്ട് പോകണമെങ്കിൽ സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് അവരോട് ലൈക്ക് വി ഹാവ് ടു റൈറ്റ്, നമുക്കൊരു രജിസ്റ്റർ പോലെ കാണും കേട്ടോ. ഇവിടെ പോകണം, എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് റൈറ്റ് ലൈക്ക് എന്താ പറയുക, എഴുതിയിട്ട് പോകണം ഇവിടെ പോകണമെന്ന് പറഞ്ഞിട്ട്. ബട്ട് ദേ വോണ്ട് ആസ്ക് എവിടെ പോകുന്നു, എന്തിനു പോകുന്നു അവർ നമ്മളോട് ചോദിക്കത്തില്ല. നമ്മൾ ഇവിടെ ഇറങ്ങുന്നു എന്ന് അവർ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടും. അതായത് എവിടെയെങ്കിലും പോകാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലങ്ങളിൽ പോകാൻ, എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് ഹോസ്റ്റലിൽ വന്നേഷം കിട്ടും. ആരും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മിസ്യൂസ് ചെയ്യുന്നവർ കുറച്ച് പേര് കാണാം, മിസ്യൂസ് ചെയ്യുന്നവർ കാണാം. ബട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറയത്തില്ല. ഇൻ എ പോസിറ്റീവ് വേ നമുക്കൊരു ഫ്രീഡം കിട്ടും എവിടെയെങ്കിലും പോകാനായിട്ടും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വിചാരിക്കരുത്, അയ്യോ ഈ ചേച്ചി എന്തൊക്കെയോ പറയണം, ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, ഓ നമുക്ക് പോകാന്ന് പറഞ്ഞ് പെട്ടി പാക്ക് ചെയ്ത് റെഡിയാ ഹോസ്റ്റലിൽ വരാണ്ട് നിൽക്കരുത്. ഐ എം ജസ്റ്റ് സെയിങ് ദ ഫാക്ട്. ഹോസ്റ്റൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാം. ബട്ട് ഹോസ്റ്റലായാലും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ വീട്ടിലാവുമ്പോൾ നമുക്ക് എന്താ ഒരു 8 മണി 9 മണിക്ക് കയറി വന്നാലും അതേകൊണ്ട് ആസ് ലൈക്ക് എന്തിനിപ്പോൾ വരുന്നു നമുക്ക് ചോദിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ബ്രദേഴ്സും സിബ്ലിങ്സും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ അതേകൊണ്ട് ആസ്. പക്ഷെ ഇവിടെ നമുക്ക് പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഒരു 6-6:30 ഹോസ്റ്റലിൽ കയറണം. ഹോസ്റ്റലിൽ മിക്ക ഹോസ്റ്റൽസിലൊക്കെ ഐ തിങ്ക് 8 മണി വരെയൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ 6-6:30 അതിനുള്ളിൽ കയറണം. അപ്പൊ ആ ഒരു റെസ്ട്രിക്ഷനേ ഉള്ളൂ. പക്ഷെ വിത്തിൻ ദാറ്റ് ടൈം മോർണിംഗ് 6 to ഈവനിങ് 6-6:30 അതുവരെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയിട്ട് വരാം. നോബഡി ഈസ് ഗോണ ആസ്ക്. ആ ഒരു ഫ്രീഡം ഇവിടെ ഉണ്ട്. ബട്ട് എവിടെയെങ്കിലൊക്കെ എന്താ മിസ്യൂസ് അല്ലെങ്കിൽ വഴിതെറ്റി പോയി വരാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇഫ് യു വാണ്ട് ഗോ ഔട്ട്, ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ. ബട്ട് തിരിച്ച് ആ സമയത്ത് തിരിച്ചു വരണം. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഹോസ്റ്റലിൽ വന്ന ശേഷം എനിക്ക് ഹോസ്റ്റലിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിങ് അതാണ്. എനിക്ക് എവിടെയെങ്കിലും ഇപ്പം നടക്കാൻ ഇറങ്ങാൻ പോകണമെങ്കിൽ പോലും എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ എഴുതി വെച്ചിട്ട് പോയാൽ മതി. എനിക്ക് ഐ എം ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് പോയാൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യം ഒന്നും റെസ്ട്രിക്ഷൻസോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് എനിക്ക് ഹോസ്റ്റലിൽ വന്ന ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. നോബഡി ഈസ് ഗോൺ ആസ്ക് മീ എവിടെ പോകുന്നു, എന്ത് പോകുന്നു എന്നൊക്കെ. അപ്പൊ അതാണ് ദ തേർഡ് തിങ് എനിക്ക് ഹോസ്റ്റലിൽ വന്ന ശേഷം ഇഷ്ടപ്പെട്ടു. ഫോർത്ത് തിങ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം. ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനായാലും വീട്ടിൽ എന്റെ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ എന്റെ തുണികൾ വേറെ ആരും വാഷ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കഴിച്ച ഫുഡ് ഇരുന്ന പ്ലേറ്റ് വേറെ ആരും വാഷ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്ത് ശീലമില്ലാത്ത ഒരാൾക്ക് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. സ്വന്തമായിട്ട് തുണി കഴുകുക, സ്വന്തമായിട്ട് അത് തുണി നനച്ച് ഉണക്കി അയൺ ചെയ്ത് എല്ലാം ചെയ്യുക, സ്വന്തമായിട്ട് റൂംസ് ഒക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ. അപ്പം
അതൊന്നും ശീലിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് മേ ബി ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കാം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ശീലമുള്ള ആൾക്ക് ഇത് ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും. കാരണം എനിക്ക് ഇഷ്ടമാണ് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ. എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പൊതുവെ ഇഷ്ടമല്ല. ബിക്കോസ് ഫൈനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ പോലും എന്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. ഇപ്പൊ എന്റെ തുണി എനിക്ക് തന്നെ വാഷ് ചെയ്യണം, ഞാൻ കഴിച്ച പ്ലേറ്റ് എനിക്ക് തന്നെ കഴുകണം, അല്ലെങ്കിൽ എന്റെ കാര്യം ഞാൻ ചെയ്യണം. എനിക്ക് വേറൊരാൾ എപ്പോഴും എനിക്കത് ചെയ്തു തരും, എനിക്ക് ഇത് ചെയ്തു തരും എന്ന് മറ്റൊരാളെ കൊണ്ട് പറയുന്നത് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. സോ ഇവിടെ വന്ന ശേഷം എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം വീട്ടിലും എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഇവിടെ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ഹോസ്റ്റലിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങുക, അതാണ് ബെറ്റർ. വീട്ടിലാണെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് പാമ്പേർഡ് ആയിട്ടുള്ള ഒരു കുട്ടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ, തുണിയൊക്കെ ആണെങ്കിൽ അമ്മ കഴുകി തരും, പാത്രമൊക്കെ അമ്മ കഴുകി തരും, റൂമൊക്കെ അമ്മ വന്ന് ക്ലീൻ ചെയ്ത് തരും, തുണിയൊക്കെ അമ്മ വന്ന് മടക്കി തരും. അങ്ങനെയൊക്കെ ചെയ്ത് പാമ്പേർഡ് ആയ ഒരു കുട്ടിക്ക് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ഷീ ഓർ ഹി വിൽ എക്സ്പീരിയൻസ് എ ന്യൂ ലൈഫ്. കാരണം എല്ലാം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഹോസ്റ്റലിൽ വരണം എന്ന് തോന്നുന്നവർ വരാനായിട്ട്. സോ ദാറ്റ്സ് ദ ഫോർത്ത് തിങ് ഐ എക്സ്പീരിയൻസ് ഇൻ ദ ഹോസ്റ്റൽ. അതെനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് അല്ല ആക്ച്വലി. കാരണം ഞാൻ ഓൾറെഡി അങ്ങനെ തന്നെ ചെയ്ത് ഐ മീൻ ഒരു ടീനേജ് ഒക്കെ ആ ഒരു ടൈമിൽ മുതലേ ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, എന്റെ തുണിയൊക്കെ ഞാൻ തന്നെയാണ് വാഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്വന്തമായിട്ടെല്ലാം ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് ഇത് ഒരു പുതിയ കാര്യമല്ല. സോ പുതുതായിട്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തിങ് എനിക്ക് ഹോസ്റ്റലിൽ വന്ന ശേഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മളുടെ അതേ മൈൻഡ് സെറ്റ് ഉള്ളവരോ അല്ലെങ്കിൽ നമ്മളുടെ അതേ രീതിയിൽ ചിന്തിക്കുന്നവരോ നമ്മുടെ അതേ രീതിയിൽ സംസാരിക്കുന്നവരോ ആയിരിക്കത്തില്ല നമ്മുടെ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവര്. അപ്പൊ നമ്മൾ ഹോസ്റ്റലാകുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഭാഗത്ത് നിന്ന് വരുന്ന പിള്ളേർ നമ്മുടെ കൂടെ, നമ്മുടെ റൂമിലായാലും നമ്മുടെ ഹോസ്റ്റലായാലും സ്റ്റേ ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്ന് തന്നെ വരുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മളുടെ സംസാര രീതി ആയിരിക്കത്തില്ല അവരുടെ സംസാര രീതി, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ല അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പം ഒരു ഡിസ്ട്രിക്റ്റിലുള്ള, ഇപ്പൊ തിരുവനന്തപുരം ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളായാൽ പോലും ഒരു തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ എല്ലാ ആളുകളും ഒരേ രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കത്തില്ല, ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കത്തില്ല. അപ്പൊ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അവരെങ്ങനെയാണോ അത് അക്സെപ്റ്റ് ചെയ്യണത്. കോൺഫ്ലിക്റ്റിലോട്ട് പോവാതെ വി ഹാവ് ടു അക്സെപ്റ്റ് ആ ഒരു ഡിഫറൻസസ് ഉണ്ടാകും. കൾച്ചറൽ ഡിഫറൻസ് ആയാലും ലാംഗ്വേജ് സെയിം ആണ്, പക്ഷെ ആ ഒരു സ്ലാങ്ങിന് ഡിഫറൻസ് ഉണ്ടാകാം, മൈൻഡ് സെറ്റ്, അവരുടെ ടോക്കിംഗ്, വേ ഓഫ് ടോക്ക്, അതിലൊക്കെ ഡിഫറൻസ് ഉണ്ടാകാം. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്റെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വേറെ ഡിസ്ട്രിക്റ്റിലുള്ള പിള്ളേരൊക്കെയാണ് എന്റെ ഹോസ്റ്റലിലുള്ളത്. ഈവൻ എനിക്ക് തോന്നുന്നു എല്ലാവരും കേരളത്തിൽ തന്നെ ഉള്ളവരാണ്, പക്ഷെ ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സ് നിന്നൊക്കെ വരുന്നവരാണ്. അപ്പൊ എന്റെ നേരത്തെ കുറച്ച് ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു, ഒരു 2 weeks കുറച്ച് ജൂനിയേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ എന്ന് പറഞ്ഞാൽ സ്ലാങ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു ഐ തിങ്ക് ഷീസ് ഫ്രം കോഴിക്കോട് ഓർ കാസർഗോഡ്, ഐ തിങ്ക് അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു അത്രയും ഡിഫറൻസ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റിലായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ലാങ് ഞാൻ നേരിട്ട്, ടിവിയിലൊക്കെ നമ്മൾ കേട്ടോണ്ട്, പക്ഷെ ടിവിയിലും സോഷ്യൽ മീഡിയയിലായാലും, പക്ഷെ നേരിട്ട് ഇങ്ങനെ ഒരു സ്ലാങ്ങിന് ആദ്യം ഞാൻ കിളി പറഞ്ഞു നിൽക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. സോ എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു തരുക ഇതാണ് അവള് പറഞ്ഞെന്നുള്ളത്. അവർക്ക് സംബന്ധിച്ച് മനസ്സിലാവത്തില്ല എന്താണ് അവള് പറയണത്. അപ്പോൾ ഞാൻ കളിയൊക്കെ പറയുമല്ല, വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് എല്ലാവരും നമ്മളെ പോലെ നമ്മളുടെ അതേ സ്ലാങ്ങിൽ സംസാരിക്കുന്നവരായിരിക്കത്തില്ല, നമ്മളുടെ അതേ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കത്തില്ല. അപ്പം അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഹോസ്റ്റലിൽ വരാൻ. അതാണ് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. ആൻഡ് മേ ബി ചില ആർഗ്യുമെന്റ്സ് വരാം നമുക്കിടയിൽ, അല്ലെങ്കിൽ നീ പറയണ അങ്ങനെയാണ്, നീ പറയണ ഇങ്ങനെയാണ്, നീ അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് നീ പറഞ്ഞത് കേട്ടോണ്ടിരിക്കേണ്ട താല്പര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ആർഗ്യുമെന്റിലോട്ട് നമ്മൾ പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ ഹോസ്റ്റലിലോട്ട് വന്നു കഴിയുമ്പോൾ. സോ വി ഹാവ് ടു അക്സെപ്റ്റ് മറ്റുള്ളവരുടെ ആ ഒരു യൂണിറ്റിയും ഡൈവേഴ്സിറ്റി എന്നൊക്കെ അല്ലേ പറയുന്നത്, അതുപോലെ നമ്മൾ ആ ഒരു ഡിഫറൻസസ് ഉണ്ടായിരിക്കാം നമ്മളെ പീപ്പിളിനിടയിൽ. സോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് തിങ് ഐ ലേൺഡ് ഫ്രം ഹോസ്റ്റൽ. ദ ലാസ്റ്റ് തിങ് അബൌട്ട് ബീങ് ഇൻ എ ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. അതായത് ചില ആളുകൾ പറയും ഹോസ്റ്റലിൽ പോയ ശേഷം അവള് ആളാകെ മാറി, അവളുടെ സ്വഭാവമൊക്കെ മാറി, അവളുടെ ഡ്രസ്സിങ് ഒക്കെ മാറി, അവളുടെ സംസാരമൊക്കെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് ആളുകൾ എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് ഓൾ സബ്ജക്റ്റീവ്. അത് ഡിഫറെന്റ് ആകും ഓരോരുത്തരിൽ നിന്ന്. കാരണം എല്ലാവരും അങ്ങനെ ആവണം നിർബന്ധമില്ല. കാരണം ഇപ്പം ചിലർ മിസ്യൂസ് ചെയ്യപ്പെടാം. ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അതേ സ്വഭാവങ്ങൾ, അവർ ചെയ്യുന്ന ഇപ്പൊ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അതിലോട്ട് നമ്മൾ പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ. ബട്ട് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവർ മൈൻഡ് സെറ്റ്. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ല. സോ ഒരാൾ അത് മോശമായിട്ട് രീതിയിൽ പോകുന്ന വെച്ചിട്ട് നമ്മൾ അതിന്റെ കൂടെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല.
നമ്മൾ സെൽഫ് കൺട്രോളായിട്ട് നമ്മൾ എന്തിനാണോ അല്ലെങ്കിൽ നമ്മുടെ എത്തിക്സ് എന്താണ്, നമുക്കൊരു എത്തിക്സ് ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ നമുക്ക്. നമ്മുടെ കൂടെയുള്ള ഒരാൾ നമ്മുടെ അപ്പുറത്തെ റൂംമേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള റൂംമേറ്റ് ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്തു എന്ന് വെച്ചിട്ട് വി ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. നമ്മൾ അതിനോട് എന്താ പറയുക, നീയും ചെയ്യുമല്ലോ അപ്പൊ ഞാനും കൂടെ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാനത് ചെയ്ത് നമ്മൾ വിചാരിക്കും ഞാനും കൂടി അത് നോ പറഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും, എന്റെ ഫ്രണ്ട്ഷിപ്പ് പോകുമോ, അവൾ മിണ്ടത്തില്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങളോട് പോകരുത്. ദാറ്റ്സ് ഞാൻ ഇതൊക്കെ എന്റെ ലൈഫ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ എന്റെ കൂടെ ഉള്ള ഒരാൾ മോശമായിട്ടുള്ള കാര്യത്തിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി അവരെ നമ്മൾ തടയണം. ഇഫ് ഐ ആം എ ഗുഡ് ഫ്രണ്ട് ടു ദം ഐ വുഡ് ഡെഫിനറ്റ്ലി സേ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് എന്ന് നമ്മൾ പറയാൻ പാടുള്ളത്. അല്ലാതെ ഞാൻ നോ പറഞ്ഞ അവള് എന്നെ വിട്ട് പോകുമോ, അല്ലെങ്കിൽ അവൾ എന്നോട് മിണ്ടത്തില്ലേ, അവൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു തോട്ട് വരാണ്ടത് നിങ്ങൾ നോക്കാം. അങ്ങനെ ഒരു തോട്ട് വരാണെങ്കിൽ യു ആർ നോട്ട് എ ഗുഡ് ഫ്രണ്ട് ആക്ച്വലി, യു റൈറ്റ്. സോ ഒരാൾ നല്ല ഫ്രണ്ട് ആണെങ്കിൽ ഒരാൾ മോശം രീതിയിൽ പോവാണെങ്കിൽ യു ഷുഡ് റെസ്ട്രിക്ട് ദം ഫ്രം ഡൂയിങ് ദാറ്റ് റോങ് തിങ്, റൈറ്റ്. സോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാൻ സാധിക്കും ഉറപ്പായിട്ട് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ. ബിക്കോസ് ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ ഹോസ്റ്റലിൽ വന്ന ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് കെയർ ഓഫ് മൈസെൽഫ്. എൻ്റെ ഹെൽത്ത് ആയാലും എൻ്റെ ഒരു വേ ഓഫ് എൻ്റെ ബിഹേവിയർ ആയാലും മൈ ഡ്രസ്സിങ് വാട്ട് എവർ എല്ലാം ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് കെയർ ഓഫ് മൈ ബോഡി, ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് കെയർ ഓഫ് മൈ സ്കിൻ. എന്ത് കാര്യമായാലും ഞാൻ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്, ഒരു ബെറ്റർ വേയിൽ ഞാൻ ഇമ്പ്രൂവ്ഡ് ആയത് ഹോസ്റ്റലിൽ വന്ന ശേഷമാണ്. സോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഹോസ്റ്റലിൽ വന്ന ശേഷം എല്ലാവരും നശിക്കുമെന്നോ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വന്ന ശേഷം എല്ലാവരുടെ സ്വഭാവം മോശമായിട്ട് രീതിയിൽ മാറുമെന്നോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഫാമിലിയെ പറ്റി കുറച്ചും കൂടെ ഒരു അവയർനെസ്, അല്ലെങ്കിൽ ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിയത് ആക്ച്വലി ഹോസ്റ്റലിൽ വന്ന ശേഷമാണ്. ബിക്കോസ് നമ്മൾ ഫാമിലിനെ പിരിഞ്ഞ് കുറച്ചു കാലം ഇവിടെ നിൽക്കും, പക്ഷെ ഭയങ്കര ഡിസ്റ്റൻസിൽ നിൽക്കും തന്നെ ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോകും, പക്ഷെ എന്നാൽ പോലെ ഫാമിലി എന്നുള്ള ആ ഒരു ബോണ്ടിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത് ഹോസ്റ്റലിൽ വന്ന ശേഷമാണ്. അപ്പൊ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ വന്ന ശേഷം മനസ്സിലാക്കാൻ പറ്റും. And yeah, that's the last thing I experienced. Okay, so that's about today's video. I hope you guys liked it. So hostel വരാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് മൈ എക്സ്പീരിയൻസ് ടു, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഡു ഷെയർ ദിസ് വീഡിയോ ടു ഓൾ യുവർ ബിലൗഡ് വൺസ്. ഓക്കെ, ഹോസ്റ്റലിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക് മൈ വീഡിയോ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സോ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് വരുന്നവരെ ബൈ ബൈ.